നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുള. സാബ്ജി, അവരുടെ കാറ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഞങ്ങൾ ഫോളോ ചെയ്യട്ടെ? ചെയ്തോ. ഒരകലത്തിൽ അവർക്ക് പിറകെ ചെന്നു. എന്നിട്ട് അധികം ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് വേണം എല്ലാം ചെയ്യാൻ. കേട്ടല്ലോ? ഓക്കെ സർ. മറുപടി നിന്ന് കേട്ട നിർദ്ദേശത്തിന് മറുപടി കൊടുത്ത് അവൾ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ശിവയും മനുവും സഞ്ചരിച്ച കാറിന് പിറകെ അവരുടെ മാരുതി വാൻ ഫോളോ ചെയ്തു. ബെഡിൽ മലർന്നു കിടക്കുമ്പോൾ ആൽഫിയുടെ കണ്ണുകൾ വല്ലാതെ തുടിച്ചു. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷമം അവനെ വല്ലാതെയാക്കി. എങ്ങനെ എങ്ങനെ പറയുമെന്ന് നിന്നോട് ഇതെല്ലാം? അവൻ വേദനയോടെ മനസ്സിലോർത്തു. പെട്ടെന്ന് വാതിൽ ഒച്ചത്തിൽ തള്ളി തുറക്കുന്ന ശബ്ദം കേട്ട് ആൽഫി ഞെട്ടി ബെഡിൽ എഴുന്നേറ്റ് നിന്നു. അവൻ ഹാളിലേക്ക് ചെന്നതും അവിടേക്ക് നീയ വന്നതും ഒരുമിച്ചായിരുന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകി തനിക്ക് മുന്നിലേക്ക് പെട്ടെന്ന് ഓടി വന്നവളെ കണ്ട് അവനും ഞെട്ടി. ഇവ എന്താടി, എന്താ പറ്റി? അവനൊരു പതർച്ചയോടെ ചോദിച്ചു. എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? നിറകണ്ണുകളിൽ ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. ആൽഫിയെ രാത്രി ആ കോലത്തിൽ കണ്ടേ പിന്നെ വല്ലാത്തൊരു ഭയം നീയിൽ രൂപപ്പെട്ടു. അതാവില്ലെന്ന് എത്ര മനസ്സിനോട് പറയുമ്പോഴും ആൽഫിയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവളിൽ വല്ലാത്തൊരു സംശയമായിരുന്നു. പെട്ടെന്ന് കോളിമ്പല്ല് കേട്ട് രാവിലെ പുറത്തേക്ക് പോയ സാറാമയും മോളുമാവെന്ന് കരുതി അവൾ ചെന്ന് ഡോറ് തുറന്നു. സെൽവം! മുമ്പിൽ നിൽക്കുന്ന സെൽവത്തെയും അവനോടൊപ്പം നിൽക്കുന്ന മനുവിന്റെ അമ്മയെയും കണ്ട് അവൾ ഒന്ന് ഞെട്ടി. എന്തായിരുന്നു? അവൾ മനസ്സിലാവാതെ അവർ രണ്ടുപേരെയും ഒന്ന് നോക്കി. മനു ഹോസ്പിറ്റലിലാണ്. ഇന്നലെ വൈകിട്ട് അവനെ വണ്ടി ഇടിപ്പിച്ചാരെ കൊല്ലാൻ നോക്കി. ഹെഡ് ഇഞ്ചറിയാണ്, കുറച്ച് സീരിയസാ. ഇപ്പൊ ഐസിയുലാണ്. സെൽവൻ നീയോട് പറഞ്ഞതും അവൾ അവരെ ഞെട്ടി നോക്കി. ഞാനും മനുവും ഇന്നലെ വൈകുന്നേരം കഫേയിൽ നിൽക്കുമ്പോഴാ ആൽഫി സാർ അവനെയും കൂട്ടി കൊണ്ടുപോകുന്നത്. പിന്നെ അവൻ വീട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല. അന്വേഷിച്ച് പറഞ്ഞത് അവനെ വണ്ടി ഇടിപ്പിച്ചു എന്നാണ്. നീയെ നോക്കി തന്നെ സെൽവം പറയുമ്പോൾ അവളുടെ മനസ്സിലൂടെ രാത്രി ആൽഫി വന്ന കോലം ഓർമ്മ വന്നു. അവൾ കണ്ണുകളെന്ന് അടച്ചു തുറന്നു. അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ പറഞ്ഞുള്ളൂ. താൻ വിവാഹിതയാണെന്നൊന്നും അവൻ ആദ്യമേ അറിയില്ലായിരുന്നല്ലോ. ഒടുവിൽ എല്ലാം അറിഞ്ഞപ്പോ അവനായി തന്നെ പിന്മാറിയതല്ലേ. പിന്നെ എന്തിനായിരുന്നു നീയാ ആൽഫി സാർ ഇങ്ങനെ ഒരു ക്രൂരത അവനോട് ചെയ്ത്? അതിന് മാത്രം തെറ്റവൻ ചെയ്തോ? ഇല്ല സെൽവ, ഇതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാവും. കുറച്ച് ദേഷ്യം കൂടുതലാണെന്നേ ഉള്ളൂ. എന്റെ ചായൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല. ശെൽവം പറഞ്ഞു തീർന്നതും കണ്ണീരോടെ നീ അവനോട് പറഞ്ഞു. ആൽബത്ത് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊരു ചെറിയ വിശ്വാസം അവളിലുണ്ടായിരുന്നു. വേറെ ആർക്കാ നീ ആ മനുവിനോട് ഇത്ര ശത്രുത? ഞാൻ സാക്ഷിയാ ആൽബി സാർ അവനെ കാറ് കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടതിന്. അത് മാത്രമല്ല, CCTVയിൽ നിന്ന് കിട്ടിയ വിഷ്വൽസിൽ നിന്ന് കൺഫേമാ മനുവിനെ ഇടിച്ചിട്ടത് ആൽബി സാറിന്റെ കാറാണ്. നമ്പർ പ്ലേറ്റ് വരെ കറക്റ്റാ. ഇതിൽ കൂടുതൽ തെളിവ് വേണോ സാറാണത് ചെയ്തത് തെളിയിക്കാൻ? രോക്ഷത്തോടെ പറഞ്ഞുകൊണ്ട് സെൽവൻ നീയെ നോക്കി. അവനോട് മറുത്തു പറയാൻ വാക്കുകളില്ലാതെ അവൾ മുഖം മുനിച്ചു നിന്നു. മോളെ! തൊണ്ടയിടയുള്ള മനുവിന്റെ അമ്മയുടെ വിളി കേട്ടവൾ തലപൊക്കി നോക്കി. എന്റെ മോൻ, അവനല്ല ഇന്നലെയാ എന്നോട് പറഞ്ഞത് മോള് ഭർത്താവുമായി നന്നായി ജീവിക്കുന്ന കാര്യം. അവനൊന്നും അറിയാതെയാ കൊച്ചിനെ സ്നേഹിച്ച്. അല്ലാതെ ഒരിക്കലും ഒരു തെറ്റായ കണ്ണിൽ എന്റെ മോൻ മോളെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് അവനോട് ഇത് വേണ്ടായിരുന്നോ കുഞ്ഞെ? നെഞ്ചു തകർന്ന ആ അമ്മ ചോദിച്ചതും കുറ്റബോധഭാരത്താൽ നീയേണ് ഉള്ളുനീരി. അവരുടെ കണ്ണുനീര് കണ്ടതും ആൽഫിയോട് വല്ലാതെ ദേഷ്യം തോന്നി അവൾക്ക്. ആശുപത്രിയിലാ കിടപ്പിന്ന് എന്റെ കുഞ്ഞിനെ എഴുന്നേൽക്കുമെന്ന് എനിക്കറിയില്ല. അവനൊന്നും വരാതെ എനിക്ക് തിരിച്ചു കിട്ടിയ മോളുടെ കണ്ണുവെടുത്ത് പോലും വരാതെ ഞാൻ അവനെയും കൊണ്ട് പൊക്കോളാം. ഇനി അവനൊന്നും ചെയ്തെന്ന് കൊച്ചിന്റെ ഭർത്താവിനോട് പറയണം. എനിക്ക് ഈ ലോകത്താകെയുള്ളത് അവനാ. അതൊന്നും മോളെ കണ്ട് പറയാനാ ഞാൻ വന്നേ. നീയൊക്കെ മുന്നിൽ തൊഴുകൈയോട് ആ അമ്മ കരഞ്ഞു പറഞ്ഞു. അയ്യോ അമ്മച്ചി, അങ്ങനൊന്നും പറയല്ലേ. നീ അവരുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു. വാമ പോവാം. മനുവിന്റെ അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് സെൽവൻ തിരികെ നടന്നു. നീയൊക്കെ ഉള്ളു പൊട്ടും പോലെ വേദന തോന്നി. അവളുടെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ ആൽഫിയുടെ ഫ്ലാറ്റിലേക്ക് നീണ്ടു. പുറം കൈയാൽ കണ്ണുകൾ അമർത്തി തുടച്ച് ദേഷ്യത്തോടെ അവൾ അങ്ങോട്ട് പാഞ്ഞു. ഇവ എന്താടി, എന്താ പറ്റി? മുൻപിൽ ദേഷ്യത്തോടെ നിൽക്കുന്നവളെ നോക്കി അവനൊരു പതർച്ചയോടെ ചോദിച്ചു. എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? നിറകണ്ണുകളിൽ ദേഷ്യത്തോടെ അവൾ ചോദിച്ചതും അവൻ അവളെ മനസ്സിലാവാതെ നോക്കി. എന്തിനാ നിങ്ങളത് ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് എനിക്ക് അറിയാം. പക്ഷേ നിങ്ങളിൽ ഇത്തരത്തിൽ തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിറഞ്ഞൊഴുകിയ കണ്ണുകളിൽ ദേഷ്യം നിറച്ച് അവൾ അലറിയതും ആൽഫി ഒരു നിമിഷം പതരും. തലേ ദിവസം രാത്രിയിൽ നടന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവുന്നൊരു ഭയം പെട്ടെന്ന് അവനുണ്ടായി. പക്ഷെ ഇവ എങ്ങനെ അതറിയും? അവൻ ഓർത്തു.
എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്നതാ ഈ പറയുന്നേ? അവൻ ചോദിച്ചു തീർന്നത് നീയെ കുറച്ചുകൂടി അവൻ മുന്നിലേക്ക് വന്നു നിന്നു. മനു സാറിന് എന്തിനാ നിങ്ങൾ കൊല്ലാൻ നോക്കി? സാർ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ച് അവൾ അലറിയതും ആൽഫി ഞെട്ടിപ്പോയി. മനുവിന് എന്തു പറ്റി? ഞാനല്ല ഇവ. അവനെ ഞാൻ ഇന്നലെ മനു സാറിനെ കാണാനെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് പോയപ്പോഴും ഞാൻ പേടിച്ചതാ. പക്ഷെ അപ്പോഴൊന്നും ഓർത്തില്ല സാറ് നിങ്ങൾ ഇല്ലാതാക്കൂന്ന്. ഛേ! അവൾ അവനെ വെറുപ്പോടെ പുറകോട്ട് ആഞ്ഞതല്ലേ. ഇത്രയും ദ്രോഹം ചെയ്യാനായിരുന്നോ? ഒന്നിനും വരുന്നത് പറഞ്ഞ് പോയതല്ലേ ആ മനുഷ്യൻ. പിന്നെയും അയാൾ പോയി ഉപദ്രവിക്കാൻ നിങ്ങൾ ആരാ? നീയെ കരഞ്ഞുകൊണ്ടല്ലോ. ഞാനല്ലേ വാ. നീ തെറ്റിദ്ധരിച്ചതാ മോളെ. ഞാൻ ഇന്നലെ മനുവിനെ കണ്ടെന്നുള്ള സത്യ. പക്ഷേ മനുവിനെ ഞാനൊന്നും ചെയ്തില്ല. ഇല്ലേ, ഒന്നും ചെയ്തില്ലേ. നിങ്ങൾ ഇന്നലെ മനുസാറിനെ കൂട്ടിക്കൊണ്ട് പോയത് ശെൽവം കണ്ടതാ. മനുസാറിന് ഇടിച്ചിട്ടത് നിങ്ങളുടെ കാറാണെന്ന് CCTV-യിലുണ്ട്. പിന്നെ ഞാൻ കണ്ടതാ ഇന്നലെ നിങ്ങൾ വന്ന വരവ്. നിങ്ങളുടെ വിയർപ്പിൽ കുതിർന്ന ഷർട്ടിലെ ചോര ഞാൻ കണ്ടതാ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ നിങ്ങൾ അത് ചെയ്തത് പറയാൻ? എടി, അതൊന്നും മനുവിന്റെ അല്ല. അത് ആൽഫി ഒരു നിമിഷം ഒന്ന് പകച്ചു നിർത്തി. എന്താ നിർത്തിയത്? പറയാൻ. നീയെ വീണ്ടും അവനോട് അലറി. ഇവ മനുവിനെ ഞാൻ ഇന്നലെ കണ്ടു. ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവനവന്റെ വീടിന്റെ മുന്നിലെ റോഡിലിറക്കി വിട്ടിട്ടാ ഞാൻ പോയത്. അതാണ് ഈ സത്യം. അവൻ ഓടിച്ചെന്നവളുടെ തോളിൽ ഇരിക്കൈകൾ കൊണ്ടും പിടിച്ചുകൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു. വീണ്ടും കള്ളം പറയുന്നത് എന്തിനാ ചായ? കാരണവും കാര്യവും തിരക്കാതെ എത്രയോ തവണ എടുത്ത് ചാടിയിരിക്കുന്ന നിങ്ങൾ സ്വന്തം ജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോയിട്ടില്ലേ? അതിന് തെളിവ് തന്നെയല്ലേ എന്റെ കുഞ്ഞ്. ഇവ നിർത്തടി. എന്റെ കുഞ്ഞിനെ പറഞ്ഞാലുണ്ടല്ലോ. നീയെ പറഞ്ഞത് സഹിക്കാൻ വയ്യാതെ അവൾക്ക് നേരെ ദേഷ്യത്തോടെ പറഞ്ഞു ആൽഫി. പൊള്ളിയല്ലേ? സ്വന്തം ചോരയെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയെങ്കിൽ അവിടെ ഒരു അമ്മയുണ്ട്. സ്വന്തം മകന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന മനുസാറിന്റെ അമ്മ. അവരോട് നീ എന്ത് പറയൂ? നിങ്ങൾ ആ അമ്മയുടെ കണ്ണുനീരിന് എന്ത് സമാധാനം പറയൂ? കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞതും ആൽഫിയുടെ മുഖം താന്നു. എന്തിനാ നിങ്ങൾ തിരിച്ചു വന്നേ? ആർക്കും ഒരു ശല്യാകാതെ ഞാൻ ജീവിച്ചതല്ലേ എന്റെ കുഞ്ഞിനെയും കൊണ്ട്. പിന്നെയും വേദനിപ്പിക്കാൻ നിങ്ങൾ എന്തിനാ വന്നേ? നിലതെറ്റിയെ പോലെ നീയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. പെണ്ണെ, ഞാൻ. അവളുടെ വാക്കുകൾ തീർത്ത വേദനയിൽ നെഞ്ചു തകർന്ന് അവൻ വിളിച്ചുകൊണ്ട് അവളിലേക്ക് അടുത്ത് ചെന്നു. വേണ്ട, കാണണ്ട എനിക്ക് നിങ്ങളെ. പൊക്കെ ഇവിടുന്ന് പോ. തന്നിലേക്ക് അടുത്ത് വരുന്നവനെ തള്ളി മാറ്റി കരഞ്ഞ് പറഞ്ഞോളൂ. മതിയായി. എനിക്ക് വേണ്ടിന് നിങ്ങളെ. ഇനി വേദനിക്കാൻ വയ്യെനിക്ക്. ഇടർന്ന കാലടികളോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് നീയെ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ പോക്ക് കണ്ട് നെഞ്ചു തകർന്ന ആൽഫി അവിടെ തന്നെ നിന്നുപോയി. ഫ്ളാറ്റിന്റെ വാതിൽക്കലേക്ക് എത്തിയതും പുറത്തു നിൽക്കുന്ന ബിനുവിനെ നീയെ കണ്ടു. താങ്ങാനൊരു കരം കിട്ടിയതുപോലെ അവനെ നെഞ്ചിലേക്ക് അവൾ വീണുപോയി. നിറകണ്ണുകളോട് തന്നെ നിശ്ചയെറുകപ്പെടുന്നു ബിനു. ആൽഫിയുടെയും നീയുടെയും സംസാരം മുഴുവൻ അവൻ കേട്ടിരുന്നു. ഉള്ളിലെ വേദന മുഴുവൻ കണ്ണീരിൽ കളയും പോലെ നീ അവനെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുമ്പോൾ അതിലും വലിയ ഹൃദയവേദനയിൽ ഒരുവൻ ആ മുറിക്കുള്ളിൽ തകർന്നിരുന്നു. ദേ, അവിടെ ഒരു പയ്യൻ കരിക്ക് വിൽക്കുന്നു. ആനു കൈ ചൂണ്ടിയടുത്തേക്ക് ശിവ നോക്കി. കുറച്ചു മുന്നിലായ റോഡിനടുത്ത് വശത്ത് ഒരു പയ്യൻ നിന്ന് കരിക്കും കരിമീജസൊക്കെ വിൽക്കുന്നുണ്ട്. ശിവയും മനുവും തിരിച്ചുള്ള യാത്രയിലായിരുന്നു. രാവിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കഴിച്ചതാണ്. വണ്ടി പതരയിൽ നിന്ന് കുറച്ചധികം താണ്ടി. ഗ്രാമപ്രദേശമായതുകൊണ്ട് നല്ല ഹോട്ടലൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുടിക്കുന്ന കാര്യം അവൻ പറഞ്ഞപ്പോഴാണ് അനു ആ ചെക്കനെ കണ്ടത്. വണ്ടി സൈഡൊതുക്കി ശിവയും മനുവും ഇറങ്ങി. അവർക്ക് പിറകെ ഫോളോ ചെയ്ത് വന്ന മാരുതിവാനും അവർക്ക് പിറകിലായി ഒതുങ്ങി. 2 കരിക്ക്, അനു ആ പയ്യനോട് പറഞ്ഞു. ഓ, എന്തൊരു ചൂട്. വെളിയിലേക്ക് ഇറങ്ങിയതും ശിവ നെറ്റിയിലെ വിയർപ്പ് തൂത്തു പറഞ്ഞു. ചൂടിന് ഇത്തിരി കുറവാ സാറേ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. കരിക്ക് വെട്ടിക്കൊണ്ടുവന്ന പയ്യൻ പറഞ്ഞതും ശിവയും മനുവും അവനെ ഒന്ന് ഞെട്ടി നോക്കി. മലയാളിയാണോ? അതേ മേഡംജി, എന്റെ വീട് പത്തനംതിട്ടയാ. ഇവിടെ അച്ഛനൊപ്പം ഈ നാട്ടിൽ വന്നിട്ട് 10 കൊല്ലായി. ഇപ്പൊ ഇവിടുത്തുകാരനാ. അനു ചോദിച്ചതിന് ചിരിയോടെ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ കരിക്ക് വെട്ടി അനുവിനും ശിവക്കും കൊടുത്തു. സ്റ്റോ വേണോ സർ? ഓ, എന്തിനടാ, നല്ല നാടൻ കരിക്ക് വെള്ളമൊക്കെ വായിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കണം. അതല്ലേ അന്തസ്. അതിൻ്റെ അപ്പോഴത്തെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. വാ. പറഞ്ഞുകൊണ്ട് ശിവ കരിക്ക് വായിലേക്ക് ഒഴിച്ചു കുടിച്ചതും അത് തുളുമ്പി അവൻ്റെ ദേഹത്തേക്ക് വീണു. അത് കണ്ടതും മനു പൊട്ടിച്ചിരിച്ചു. അവൾക്കൊപ്പം പയ്യനും. ശിവ അവരെ നോക്കി ചമ്മിയൊരു ചിരിച്ചിരിച്ചു. ആദ്യമേ അവൻ പറഞ്ഞതല്ലേ ശിവയുടെ സ്റ്റോ വേണമെന്ന്. എങ്കിൽ ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? തന്നെ നോക്കി കളിയാക്കി പൊട്ടിച്ചിരിക്കുന്നവളെ കണ്ടതും ശിവ അവളൊരു നിമിഷം നോക്കി നിന്നു. കുപ്പിച്ചില്ല് പൊട്ടും പോലെയുള്ള പെണ്ണിന്റെ പൊട്ടിച്ചിരി
ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്ന അവളുടെ സന്തോഷത്തോടെയുള്ള ചിരിയിൽ അവൻ സ്വയം ഒന്ന് മറന്നു നോക്കി. അനന്തന്റെ കയ്യിലെ കരിക്ക് താഴെ വെച്ച് തോളിൽ കിടന്ന അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും കർച്ചീഫ് എടുത്ത് അവനടുത്തേക്ക് നടന്നു. അല്ലെങ്കിൽ ശിവേട്ടന്റെ കയ്യിൽ ഈ കരിക്ക് നിൽക്കില്ല. ഓർമ്മയുണ്ടോ, പണ്ട് നമ്മൾ തിരുവല്ലക്ക് പോയപ്പോ അന്ന് ഇതുപോലെ വഴി സൈഡിൽ കരിക്ക് കുടിച്ചപ്പോ ശിവേട്ടൻ അത് മുഴുവൻ ദേഹത്ത് വീഴ്ത്തിയേ. എന്നിട്ട് വൈറ്റ് ടീഷർട്ട് മുഴുവൻ ചീത്തയാക്കെന്നും പറഞ്ഞ് രാധമ്മ കുറെ ചീത്തയും വിളിച്ചില്ലേ? ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ മുഖവും ദേഹമെല്ലാം തൂക്കാൻ തുടങ്ങി. ശിവയുടെ കണ്ണുകൾ ആ പെണ്ണിലൂടെ ഓടി നടന്നു. അവന്റെ മൂക്കിന് മുമ്പിൽ വെള്ളം തൂത്തു കളയാൻ വേണ്ടി അവൾ കൈ പൊക്കിയതും ശിവയുടെ കൈ തണ്ടയിൽ പിടിച്ചു. അപ്പോഴാണ് അനുവന്റെ മുഖത്തേക്ക് നോക്കിയത്. ശിവയുടെ കണ്ണുകളും തന്നിലാണെന്ന് അറിഞ്ഞപ്പോഴാണ് താനിപ്പോൾ എന്താ ചെയ്തെന്ന് ബോധം പെട്ടെന്ന് അവൾക്ക് ഉണ്ടായത്. അത് ഞാൻ മുഖം തുടച്ചതാ, സോറി. അവന്റെ നോട്ടത്തിൽ പതറിപ്പോയവൾ വിറച്ച് വിറച്ച് അവനോട് പറഞ്ഞു. അവന്റെ മുഖത്തിൽ നിന്ന് അവളുടെ കൈകൾ പിറകിലേക്ക് വലിച്ചു. എന്നാൽ അവളുടെ കയ്യിലുള്ള തന്റെ പിടി ശിവ വിട്ടില്ല. അവനൊരു പിടച്ചിലോട് അവളെ പിടിച്ചിരിക്കുന്ന അവന്റെ കയ്യിലും അവനെയും മാറി മാറി നോക്കി. പെട്ടെന്ന് അനുവിനെ തന്നെ നോക്കിയിരുന്ന ശിവയുടെ കണ്ണുകൾ മറ്റെന്തോ കൊണ്ടൊന്ന് വിടർന്നു. അവന്റെ മുഖത്ത് ചിരി മാഞ്ഞു. അനു മാറടി! മുന്നിൽ നിന്നും അനുവിനെ തള്ളി സൈഡിലേക്ക് മാറ്റി തന്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് ഒരു കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്ത് ശിവ. അപ്പോഴേക്കും അവൾക്ക് നേരെ ആഞ്ഞാ വടി ശിവയുടെ കയ്യിൽ ആഞ്ഞു വീശി രണ്ടായി ഒടിഞ്ഞു. ആ! ശിവയുടെ കയ്യിൽ കിടന്ന് അനു നിലവിളിച്ചു. അപ്പോഴാണ് അവർക്കെതിരെ നിൽക്കുന്ന ഗുണ്ടകളെ പോലുള്ള 4 പേർ അവൾ കാണുന്നത്. അവിടെയെല്ലാം കൈകളിൽ വലിയ വടിയുണ്ട്. അനുവിനെ പിറകിൽ നിന്ന് തല്ലാനോങ്ങിയവൻ വീണ്ടും ശിവയ്ക്ക് നേരെ പാഞ്ഞതും ശിവ കാലുയർത്തി അവനെ ചവിട്ടി നിലത്തേക്ക് ഇട്ടു. പെട്ടെന്ന് അവന്റെ കൂടെയുള്ള 2 പേർ ഓടി വന്ന് ഒരാൾ ശിവയുടെ പിറകിൽ നിന്ന് ചവിട്ടി. അപ്രതീക്ഷിതമായി കിട്ടിയ പ്രഹരത്തിൽ അവൻ മുൻപോട്ടാ നാഞ്ഞു. അവന്റെ കയ്യിൽ നിന്ന് അനു തെറിച്ച് മാറിപ്പോയി. ആ ശിവേട്ടാ! തെറിച്ച് നിലത്തേക്ക് വീണതും അവൾ വിളിച്ചു. അനു! ശിവ അവളെ പിടിക്കാനായി പോയതും കൂട്ടത്തിലൊരുവൻ ശിവക്ക് നേരെ ഗണ്ണ് ചൂണ്ടി. ആ കാഴ്ച കണ്ടതും ആണ് ഞെട്ടിപ്പോയി. സംഗതി ഇത് ഹിന്ദി കേട്ടോ, നമുക്കിത് മലയാളത്തിൽ പറയാം, ആ നല്ലത്. ഇനി നീ ഒരു അടി അനങ്ങിയ പിന്നെ നിന്റെ അന്ത്യമാ, അതുകൊണ്ട് മോറൊന്ന് അടങ്ങ്. ശിവക്ക് നേരെ ഗണ്ണ് ചൂണ്ടി നിൽക്കുന്നവൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ കാര്യങ്ങൾ കോറി അതിന്റെ ലീസ് നീ ഞങ്ങൾക്ക് വിട്ടുതരണം. 25 ലക്ഷം രൂപ അങ്ങോട്ട് ഇപ്പൊ തരും. അതും വാങ്ങി ഞങ്ങൾ തരുന്ന പേപ്പറിലൊന്ന് ഒപ്പിട്ടിട്ട് തനിക്കും തന്റെ ഈ പെണ്ണിനും ഇവിടുന്ന് പോവാം. അത് ഞാൻ തന്നില്ലെങ്കിലോ? ശിവയുടെ മുഖം കടുത്തു. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ നിമിഷം നീ ഇവിടെ തീരും, കാണോടാ. എങ്കിലും അതൊന്ന് കണ്ടേക്കാം, നീ വെടിവെക്ക്. അവൻ വീണ്ടും ചോദിച്ചതും ശിവ കൈകെട്ടിയെന്ന് കൂസലില്ലാതെ പറഞ്ഞു. ശിവയുടെ നിൽപ്പ് കണ്ട് അവൻ ആദ്യം ഒന്ന് വിറച്ചു. ഓഹോ, നിന്റെ ആ വരുത്തൻ ക്രിസ്ത്യാനി ചെറുക്കന്റെ പവറിലാണോ മോനെ ഈ അഹങ്കാരം കാണിക്കുന്നേ? അവനിട്ട് പണ്ടേ ഗൗഡ സാറൊന്ന് ഓങ്ങി വെച്ചിട്ടുള്ളതാ. നിനക്കുള്ളത് തന്നിട്ട് ഞങ്ങൾ അവനെയും അവന്റെ തന്തയും കാണാൻ പോക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് തീർക്കും ഞാൻ ആ നായിന്റെ മോനെ.